പാക് സൈനിക മേധാവി അസിം മുനീർ ഒരു പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ വലിയ പാക് ബിസിനസ്സുകാർക്ക് ആ മുന്നിലാണ് അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത്. അവർ നൽകിയ ഒരു വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അസിം മുനീർ. അതായത് പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്, ഞങ്ങളുടെ കൈവശം ആണവായുധമുണ്ട്, ഞങ്ങൾ തകരുകയാണ് എന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതി രാഷ്ട്രങ്ങളെ, ലോകത്ത് ഇന്ന് നിലവിലുള്ള എത്ര രാഷ്ട്രങ്ങളുണ്ടോ അതിൻ്റെ പകുതി എണ്ണത്തെയും കൊണ്ട് ഞങ്ങൾ പോകും, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകില്ല. ഇതാണ് ഭീഷണി. പാകിസ്ഥാൻ ആണവരാഷ്ട്രമാണ് എന്ന വാദം അംഗീകരിച്ചാൽ തന്നെയും ഈ ഭീഷണിക്ക് വല്ല അർത്ഥവുമുണ്ടോ? ഈ ആണവായുധം എടുത്തുപയോഗിക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ പണി തീർക്കാൻ കെൽപ്പുള്ള രാജ്യങ്ങൾ ഈ ലോകത്തില്ലേ? അതല്ലേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്? ആണവായുധം എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എത്തി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരണം സൂക്ഷിച്ചിരിക്കുന്ന, വളരെ അതീവ രഹസ്യമായി വലിയ സന്നാഹങ്ങളോടുകൂടി സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എത്തി എന്നുള്ളതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത്. 11 വ്യോമത്താവളങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തകർന്നു. പൂണ്ട ഉറക്കത്തിലായിരുന്ന പാക് പ്രധാനമന്ത്രിയെ വിളിച്ചുണർത്തിയാണ് പാക് സൈനിക മേധാവി അസിം മുനീർ പറഞ്ഞത്, പോയി, എല്ലാം പോയി, 12 വ്യോമത്താവളങ്ങളും സൈനിക വ്യോമത്താവളങ്ങളും ഇന്ത്യ തകർത്തിരിക്കുന്നു, റൺവേ കാണാനില്ല, അവിടെ വലിയ കുഴിയാണുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ദുരനുഭവങ്ങളെന്ന് തന്നെ പറയണം, അല്ലെ, തിരിച്ചടികൾ നേരിട്ട ഒരു രാഷ്ട്രം ഭീഷണി മുഴക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ ഞങ്ങൾ ലോകത്തുള്ള പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ടുപോകും. വാസ്തവത്തിൽ ഇത് അമേരിക്കൻ മണ്ണിൽ നിന്നാണ് അസിം മുനീർ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഏറ്റവും വലിയ ഭീഷണി അമേരിക്കയ്ക്കാണ്. അമേരിക്ക സ്വയം വിതച്ചത് കൊയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ പാകിസ്ഥാൻ എന്ന ഒരു ഭീകരവാദ രാഷ്ട്രത്തെ വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത അമേരിക്ക ഇന്ന് അതിൻ്റെ പ്രതിഫലം കൈപ്പറ്റാൻ കൂടി തയ്യാറായി നിൽക്കുകയാണ്. നോക്കൂ, ലോകത്താദ്യമായിട്ടാണ് അമേരിക്കൻ മണ്ണിൽ വെച്ച് ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവി ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്നത്. ട്രംപേ, നാണമില്ലേ തനിക്ക്, പോയി ചത്തൂടെ എന്ന് ചോദിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് തോന്നട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ കരുതുകയാണ്. എന്തായാലും വാസ്തവത്തിൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഒരു ഹാസ്യ നടനാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഒരു കോമാളിയെ പോലെ പെരുമാറുന്നു എന്ന് മാധ്യമങ്ങൾക്കൊക്കെ അത്തരത്തിലൊരു അദ്ദേഹത്തെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. പക്ഷെ സത്യത്തിൽ ഈ ഞാഞ്ഞൂലായ പാകിസ്ഥാൻ, അതിൻ്റെ സൈനിക മേധാവി ഇന്ത്യയുടെ ആക്രമണം, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ ബങ്കറിൽ ഓടി ഒളിച്ച ഈ പാക് സൈനിക മേധാവി അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വീരവാദം മുഴക്കുകയാണ്, ആണവായുധമുണ്ട്, അതെടുത്ത് പ്രയോഗിക്കും, പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ട് പോകും എന്ന്. അവിടെ ട്രംപേ, തനിക്ക് നാണമില്ലേ? വാസ്തവത്തിൽ വ്ളാദിമിർ സെലൻസ്കി അല്ല, ട്രംപാണ് ഒരു കോമാളിയായി മാറിയിരിക്കുന്നത്. ആ ട്രംപിനെ കോമാളിയാക്കിയത് ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറാണ് എന്ന് പറയണം. കാരണം അസിം മുനീറിനെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ ഊണ് വിളമ്പിയ ട്രംപിന് ഏറ്റവും നല്ല പ്രതിഫലം തന്നെയാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ലോകത്തെങ്ങുമുള്ള രാഷ്ട്രങ്ങളുമായിട്ട്, ആണവായുധങ്ങളുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇതിനേക്കാൾ നല്ല ഒരു മറുപടി വേറെ കിട്ടാനുണ്ടോ? അമേരിക്ക
തങ്ങളുടെ ആ മേൽക്കോയ്മ, അധീശത്വം ഉറപ്പിക്കാൻ ലോകത്തെങ്ങുമുള്ള രാഷ്ട്രങ്ങളുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ പാകിസ്ഥാനെയും അമേരിക്ക തങ്ങളുടെ ഒരു പിണിയാളായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അന്തഛിദ്രമുണ്ടാക്കാനും അവരെ തമ്മിലടിപ്പിക്കാനും അവിടെ അശാന്തി വിതയ്ക്കാനും വേണ്ടിയിട്ട് ഈ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ അമേരിക്ക നല്ലവണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അഫ്ഗാനെ ഉപയോഗിച്ച് അവസാനം അഫ്ഗാനിസ്ഥാൻ ഏറ്റവും നല്ല പണി തിരിച്ചു കൊടുത്തപ്പോൾ അമേരിക്കയ്ക്ക് മതിയായി. അമേരിക്ക വളർത്തിവിട്ടവരെല്ലാം പിന്നീട് അമേരിക്കയെ തിരിഞ്ഞു കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതവിടെ നിൽക്കട്ടെ. അസീം മുനീർ ആണവായുധത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞു വെച്ചത്. ഞങ്ങളുടെ കയ്യിൽ നല്ല മിസൈലുകളുണ്ട്. ഈ സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ അതിൻ്റെ ഫലം ഇന്ത്യ അനുഭവിക്കും. ഇന്ത്യ സിന്ധു നദിയിൽ ഡാം കെട്ടാൻ തുനിഞ്ഞാൽ ആ ഡാം പൂർത്തിയാകുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. ആ പൂർത്തിയായാൽ 10 മിസൈലുകൾ അങ്ങോട്ട് അയക്കും, ഡാം തകർക്കും എന്നാണ് അസീം മുനീർ പറഞ്ഞത്. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂരിന് 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വളരെ കൃത്യമായിട്ട് അതുമാത്രം ലക്ഷ്യമിട്ട് കൃത്യതയോടെ ആക്രമിച്ച് നശിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യക്കും എതിരെ പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്തു? വ്യോമാക്രമണം നടത്തി, മിസൈലുകൾ അയച്ചു, ഡ്രോണുകൾ അയച്ചു, അല്ലേ? F-12 അതുപോലെ J-16 തുടങ്ങിയ ഏറ്റവും പുതിയ വിമാനങ്ങൾ, ചൈനയും അമേരിക്കയും ഒക്കെ നൽകിയ പുതിയ പോർവിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. സോഷ്യൽ മീഡിയയിൽ എങ്ങും തരംഗമാണ് ആ വിമാനങ്ങൾ തകർന്നു കിടക്കുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ. ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് അടുത്തുപോലും എത്താൻ കഴിയാതെ പാക് മണ്ണിൽ തന്നെ, പാക് വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഇന്ത്യയുടെ തിരിച്ചടിയേറ്റ്, ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിൻ്റെ തിരിച്ചടിയേറ്റ് ആ പോർവിമാനങ്ങൾ അഗ്നിക്കിരയായി കൂപ്പുകുത്തിയ കാഴ്ച ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. എന്നിട്ടാണ് അതുപോലെ മിസൈലുകൾ, അതുപോലെ ഡ്രോണുകൾ, തുർക്കിയും മറ്റും നൽകിയ ഒരു ഡ്രോൺ പോലും, ചൈന കൊടുത്ത ഒരു ഡ്രോൺ പോലും ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഇപ്പുറത്തേക്ക് എത്താൻ നമ്മൾ അനുവദിച്ചില്ല. അത് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞുമില്ല. അങ്ങനെയുള്ള ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ അനുഭവം അത് ഏത് ഉറക്കത്തിലും ഒരു ദുസ്വപ്നം പോലെ അസീം മുനീറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടൽ കൊണ്ട് ഉണ്ടായ മാനസിക വിഭ്രാന്തിയാണോ അസീം മുനീറിനെ കൊണ്ട് ഈ അമേരിക്കയിൽ നടന്ന പാക് ബിസിനസ്സുകാരുടെ വിരുന്നിൽ ഇത് പറയിച്ചത് എന്നറിയില്ല. ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ടാകാം. മനോവിഭ്രാന്തിക്ക് അടിമപ്പെട്ട മനുഷ്യൻ എന്തും വിളിച്ചു പറയും. അങ്ങനെ ഈ പറയുന്ന സിന്ധു നദിയിലെ അണക്കെട്ട് ഇന്ത്യ നിർമ്മിച്ചാൽ 10 മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങളത് തകർക്കും, ഞങ്ങളുടെ കയ്യിൽ ധാരാളം മിസൈലുകളുണ്ട്. ഈ പറയുന്നത് കേട്ടാൽ തോന്നും അസീം മുനീറിൻ്റെ അപ്പനപ്പൂപ്പന്മാർ തുടങ്ങിയ ആൾക്കാർ ഗവേഷണം നടത്തി നിർമ്മിച്ചെടുത്തതാണ് മിസൈൽ എന്ന് തോന്നും. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ കടം വാങ്ങിയ കാശ് കൊടുത്ത് അവരിൽ നിന്ന് വാങ്ങി വച്ചിരിക്കുന്നതാണ് ഈ മിസൈലുകളും യുദ്ധോപകരണങ്ങളുമൊക്കെ. സാമ്പത്തികമായി തകർന്ന് വിഷം വാങ്ങി തിന്നാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ, നയാ പൈസ ഇല്ലാതെ കിടന്ന് പട്ടിണിയും പരിവട്ടവും മരുന്നും വെള്ളവും പോലും ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന, പട്ടിണിയും പരിവട്ടവുമായി ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രമാണ് ഈ ഭീഷണി മുഴക്കുന്നതെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ എത്ര നാൾ ഇത് ഭീഷണിയാകട്ടെ, മനോവിഭ്രാന്തി പിടിച്ച ഒരു വ്യക്തിയുടെ വാക്കുകളാകട്ടെ, എന്തുമാകട്ടെ, പക്ഷേ അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇത് പറയാനുള്ള ധൈര്യം അസീം മുനീറിന് എങ്ങനെ ലഭിച്ചു? ആര് കൊടുത്തു ഈ പിന്തുണ? അത് വിരൽ ചൂടുന്നത് ട്രംപിലേക്കാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഈ അസീം മുനീറിനെ കൊണ്ട് ഇത് പറയിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും ഇത് ലോകരാഷ്ട്രങ്ങളുടെ പകുതി ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോഴും ഇത് ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറയാതെ പറയുകയാണ് അസീം മുനീർ. അതിന് പിന്തുണ കൊടുക്കുന്നതോ ട്രംപും. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചു നോക്കി, ഇന്ത്യ കുലുങ്ങിയില്ല. മറ്റു പല വിധത്തിലും ഇന്ത്യക്കെതിരെ പല ഉപരോധങ്ങളും ഏർപ്പെടുത്തി നോക്കി, അനങ്ങിയില്ല. മോദിയാകട്ടെ
ഇന്ത്യൻ ഭരണകൂടമാകട്ടെ, ഇന്ത്യയിലെ വലിയ വലിയ ബിസിനസ്സുകാരാകട്ടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉടമസ്ഥരാകട്ടെ, അവരൊക്കെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അനങ്ങാതിരുന്നു. നിസ്സംഗരായി ട്രംപിന് നേരെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ട്രംപിന് മനസ്സിലായി ഈ പണി കൊണ്ടൊന്നും നടക്കില്ല. ഈ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ പണ്ട് മൻമോഹൻ സിംഗും നരസിംഹറാവുവും ഇന്ദിരയുമൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ രാജ്യത്തെ പിടിച്ച് കെട്ടി വരിഞ്ഞു മുറുക്കി നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തിയതുപോലെ ഇനി സാധിക്കില്ല എന്ന് ട്രംപിന് മനസ്സിലായി. പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. ഇത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ട്രംപ് കളം മാറ്റി ചവിട്ടുന്നത്. അസിം മുനീറിനെ പോലെയുള്ള ഉമ്മാക്കികളെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി നോക്കുകയാണ് ട്രംപും കൂട്ടരും. അല്ലയോ ട്രംപേ, നാണക്കേടോ, നിന്റെ പേര് ട്രംപ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരിട്ട് എതിർക്കാൻ പോലും ധൈര്യമില്ലാത്ത ഈ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പാരമ്പര്യത്തിനും ചരിത്രത്തിനും മഹാനാണക്കേടാണ്. ഇത്രയും ഒരു ഗതികെട്ട, ഇത്രയും വിഡ്ഢിയായ, ഇത്രയും ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു രാഷ്ട്രപതി അമേരിക്കയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അത് ട്രംപാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും അസിം മുനീറെ, ആണവായുധം കയ്യിലുണ്ട് എന്ന ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു തവണ ഒരു കാര്യം പറഞ്ഞാൽ അത് 100 തവണ പറഞ്ഞതുപോലെയാണ് എന്ന് നമുക്ക് കരുതാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആണവായുധം ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യ ഒരു നിലപാടെടുത്തിട്ടില്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തൊരിടത്തും ആണവയുദ്ധം ഉണ്ടാകരുത് എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ആണവായുധം മാത്രമല്ല നമ്മുടെ കൈവശവും ഉള്ളത്. അസംഖ്യം ആയുധങ്ങൾ വേറെയുണ്ട്. അതൊക്കെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഗവേഷണവും ഉറക്കമൊഴിഞ്ഞ് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് തങ്ങളുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ആയുധങ്ങളാണ്. അതിനൊന്നും ഒരു രാജ്യങ്ങൾക്കും കപ്പം കൊടുക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. അത്തരത്തിലുള്ള അസംഖ്യം ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പേരുകൾ പറഞ്ഞ് അതിൻ്റെ മഹിമ നമ്മൾ തൽക്കാലം ഉറച്ചു കാണിക്കുന്നില്ല. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. കാനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി അവസാനം വെടിനിർത്തണേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ DGMOയുടെ കാല് പിടിച്ച പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അസിം മുനീറെ, ഇത്തരം വിടുവായത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് മര്യാദയ്ക്ക് തൻ്റെ സ്വന്തം രാജ്യത്തെ പ്രതിസന്ധി തീർക്കാനുള്ള വഴി തേടൂ. ആ പട്ടിണിയും പരിവട്ടവുമായി തകർന്നു കിടക്കുന്ന ആ രാഷ്ട്രത്തെ, അവിടുത്തെ ജനങ്ങളെ ഇനിയും കൊല്ലാക്കൊല ചെയ്യാതെ അവരെ ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടാക്കി കൊടുക്കൂ. ഒരുപാട് നെഗളിച്ചാൽ ഈ കൊഞ്ച് ചാടിയാൽ മുട്ടോളം, ആദ്യം ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയിൽ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഒരു പാഠമാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ടില്ലെങ്കിൽ അസിം മുനീറെ വലിയ വില പാകിസ്ഥാൻ കൊടുക്കേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള കരുത്ത് ഇന്ത്യക്കും, ഇന്ത്യയുടെ ഭരണകൂടത്തിനും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും, ഇന്ത്യയുടെ സൈന്യത്തിനും ഉണ്ട് എന്ന് മാത്രം കരുതിക്കൊള്ളുക. അമേരിക്കയിൽ പോയി കിട്ടുന്നതൊക്കെ വാരി വിഴുങ്ങുമ്പോൾ അതിൽ എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തുകയാണെങ്കിൽ ട്രംപെ, അതുപോലെ തന്നെ അസിം മുനീറെ, ആ കുത്തൽ തീർത്തു കൊടുക്കാനുള്ള കരുത്ത് ഇന്ത്യൻ സൈന്യത്തിനുണ്ട്, ഇന്നത്തെ ഇന്ത്യയുടെ ഭരണകൂടത്തിനുണ്ട് എന്ന് മാത്രം ഓർത്തുകൊള്ളുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.